വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. കേരളത്തെ അടുത്തിടെ ഞെട്ടിച്ച പ്രധാനപ്പെട്ട കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു നെന്മാറ ഇരട്ട കൊലപാതകം. കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 480 പേജുള്ള കുറ്റപത്രമാണ് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചത്. കേസിലെ ഏക ദൃക്സാക്ഷിയായ ഗിരീഷിന്റെ മൊഴി നിർണായകമാണ്. ചെന്താമര മാത്രമാണ് കേസിലെ പ്രതി. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയതെന്ന് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറയുന്നു. ഇപ്പോൾ 58ാം ദിവസമാണ് ഉള്ളത്. ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഏകദേശം ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. കോൺസിക്വൻ്റ്ലി നമുക്ക് ചാർജ് ഷീറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻസിറ്റീവ് കേസാണ്. നമുക്ക് എല്ലാം എവിഡൻസ് വളരെ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മുടെ കേസിലേക്ക് കൊണ്ടുവരണം. നമുക്ക് എററിൻ്റെ മാർജിൻ വളരെ കുറവാണ് ഈ കേസിൽ. അതൊരു ചാലഞ്ചാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ടീം വളരെ നന്നായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തത്. ഇപ്പോൾ കോടതിൻ്റെ പരിഗണനത്തിൽ ഈ കേസ് അപ്പോൾ ഇത് പോകുന്നുണ്ട്. അതിലെ ട്രയൽ സമയത്ത് ഏത് മാറ്റർ ഏത് രീതിയിൽ കൊണ്ടുവരും, ഡിഫൻസ് ഏത് രീതിയിൽ കൊണ്ടുവരും, നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇക്ബാൽ അറക്കലും ശ്യാം ദേവരാജുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം നമുക്ക് പോകേണ്ടത് ഇക്ബാൽ അറക്കലിലേക്കാണ്. ഇക്ബാൽ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പരിശോധിച്ച് അന്തിമമാക്കിയിരുന്നു കുറ്റപത്രം. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയുന്നത്? മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകൾ അത് തന്നെയാണല്ലേ ഏറ്റവും നിർണായകമാവുക? വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൊലപാതകമായിരുന്നു ഈ പോത്തുണ്ടിയിലെ സുധാകരൻ്റെയും ലക്ഷ്മിയുടേതും. ഈ ബോയനഗർ സ്വദേശിയായിട്ടുള്ള ചെന്താമരയാണ് തൻ്റെ കുടുംബം തകർത്തു എന്ന പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ബോയനഗർ സ്വദേശികളായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇക്കഴിഞ്ഞ ജനുവരി 27-ന് വെട്ടി കൊലപ്പെടുത്തിയത്. ക്രൂരമായി ഇരുവരെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയും പിന്നീട് ചെന്താമര ഒളിവിൽ പോകുകയും എല്ലാമായിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് പിന്നീട് ചെന്താമരയെ പോലീസ് പിടികൂടുകയും ചെയ്തത്. ഏതായാലും ചെന്താമരയെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഈ കൊലപാതകം കഴിഞ്ഞ ചെന്താമര പിടികൂടിയ സമയത്ത് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു 60 ദിവസത്തിനുള്ളിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന്. ഏതായാലും ഇന്ന് ഈ കേസിൽ ഈ കൊലപാതകം നടന്ന 58ാം ദിവസമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 480 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലത്തൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കേസിൽ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ ഉൾപ്പെടെ 133 സാക്ഷികളുണ്ട്. മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 60-ലധികം രേഖകളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ അവരുടെ ലൊക്കേഷനുകൾ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെ ഈ കുറ്റപത്രത്തിൽ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ കഴിയുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ കുറ്റപത്രം ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പരിശോധിച്ച് അന്തിമമാക്കിയത്. ഏതായാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. സുധാകരന്റെ മക്കൾ, അതായത് ചെന്താമരയുടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുള്ള സുധാകരന്റെ മക്കൾ ഇന്ന് റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണം, വധശിക്ഷ തന്നെ ഈ പ്രതി ചെന്താമരയ്ക്ക് കിട്ടണം എന്നുള്ളതാണ് സുധാകരന്റെ മക്കളായിട്ടുള്ള അഖിലയും അതുല്യയും ആവശ്യപ്പെട്ടുള്ളത്. കാരണം ഈ ചെന്താമര ഇനി ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ചെന്താമര പുറത്തേക്ക് ഇറങ്ങിയാൽ അത് തങ്ങളുടെ ജീവനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ ജീവനും വലിയ രീതിയിൽ അത് ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് ജാമ്യം നൽകരുത്, ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചെന്താമര കൊലപ്പെടുത്തിയിട്ടുള്ള സുധാകരന്റെയും സജിതയുടെയും മക്കളായിട്ടുള്ള അഖിലയും അതുല്യയും പറയുന്നത്. അതിനോടൊപ്പം തന്നെ സർക്കാർ തങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം പ്രതികരണത്തിലേക്ക് എന്തായാലും പോകണം. ഇക്ബാൽ, നമുക്കൊപ്പം നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് കൂടി ചേരുകയാണ്. ശ്യാം, ഏറെ കോളിളക്കമുണ്ടാക്കിയ അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിച്ച കേസ് തന്നെയാണ് ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത്. ഒരേ ഒരു പ്രതിയാണുള്ളത്. അയാൾ മുൻവൈരാഗ്യം മൂലം കൊലപ്പെടുത്തി, കുടുംബം തകർത്തതിലെ വൈരാഗ്യം എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു സാക്ഷി മാത്രമാണുള്ളത്. ഇപ്പോൾ ഇക്ബാൽ പറഞ്ഞതനുസരിച്ച് നിരവധി ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ എന്താണ്? വിനിതാവണു, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഇരട്ട കൊലപാതകമാണ്. ഈ കേസിൽ ഇന്നാണ് കോടതിയിൽ പോലീസ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയത്. അത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകുമ്പോൾ ഇനിയും നടപടിക്രമങ്ങൾ ഏറെ ബാക്കിയാണ്.
ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ കേസിന്റെ വിചാരണ നടത്താനുള്ള അധികാരമില്ല. സ്വാഭാവികമായും അത് സെഷൻസ് കോടതിയിലാണ്. കൊലപാതക കേസായതിനാൽ തന്നെ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടത്തേണ്ടത്. അത് പാലക്കാട് സെഷൻസ് കോടതിയിലായിരിക്കും അതിന്റെ വിചാരണ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക. അതിനപ്പുറത്തേക്ക് ഈ കുറ്റപത്രം കോടതി അംഗീകരിക്കേണ്ടതുണ്ട്. അത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. വരുന്ന നാളുകളിൽ കോടതി ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുകയും അതിൽ കുറ്റപത്രം പരിശോധിക്കുകയും കുറ്റപത്രത്തിൽ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അങ്ങനെ നടപടിക്രമങ്ങളിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും ഈ കുറ്റപത്രം വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്യുക. അത് കമ്മിറ്റഡ് പ്രൊസീഡിംഗ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. തുടർന്നായിരിക്കും വിചാരണ നടപടിക്രമങ്ങൾ. ഇത് കൊലപാതക കേസായതുകൊണ്ട് തന്നെ വിചാരണ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് സെഷൻസ് കോടതിയിലാണ്. അത് പാലക്കാട് സെഷൻസ് കോടതിയിലായിരിക്കും ഈ കേസിന്റെ വിചാരണ നടപടികൾ. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഇക്ബാൽ